മുരിങ്ങയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പ്രതിപാദിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായി അറിയുന്ന ഒരു സംഗതിയാണ് മുരിങ്ങ. മുരിങ്ങ രണ്ട് മൂന്ന് തരമുണ്ട്. നമ്മുടെ കായ ഇല്ലാത്ത മുരിങ്ങ രണ്ട് തരമുണ്ട്. ഒന്ന് പോത്തൻ മുരിങ്ങയും അതുപോലെ തന്നെ നാടൻ മുരിങ്ങയും. പോത്തൻ മുരിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല നല്ല വീതി ഉണ്ടാവും, വലിയ ഇലയാവും. പക്ഷേ നാടൻ മുരിങ്ങ ഇല ചെറിയ ഇലയാവും. ഇത് രണ്ടും തന്നെ നമ്മൾ കാര്യമായിട്ട് നമ്മൾ കായ്ക്കൽ ഉപയോഗിക്കുന്നത് ഇത് ഇലക്ക് വേണ്ടിയിട്ടാണ്. ഇലയാണിത് കൂടുതലുണ്ടാവുക. പക്ഷേ നമ്മൾ കായ ആഗ്രഹിച്ചുണ്ടാക്കുന്ന മുരിങ്ങ നമ്മൾ വാങ്ങാൻ കിട്ടും. അത് കൃഷിഭവനിലും അതുപോലെ തന്നെ മറ്റുള്ള കാർഷിക നഴ്സറികളിലൊക്കെ കിട്ടും. അത് ചെടി മുരിങ്ങയാണ്. അത് നമ്മൾ അതിൻ്റെ തൈയാണ് കുഴിച്ചിടൽ. അതിൻ്റെ വിത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആ ചെറിയ ചെടി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അത് നമ്മൾ വളർത്തി വന്നു കഴിഞ്ഞാൽ അത് ധാരാളം കായകളുണ്ടാവും. അപ്പോൾ മുരിങ്ങ മൂന്ന് തരമാണ്. ഒന്ന് ഇല ഉപയോഗിക്കുന്ന മുരിങ്ങ, അതിൽ രണ്ട് തരം. ഒന്ന് പോത്തൻ മുരിങ്ങയും ഒന്ന് നാടൻ മുരിങ്ങയും. നാടൻ മുരിങ്ങ വളരെ ടേസ്റ്റാണ്, പക്ഷേ പോത്തൻ മുരിങ്ങ അത്ര വളരെ ടേസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ചെടി മുരിങ്ങ, അത് കായ്ഫലം ഉണ്ടാവും, കായ നല്ല വണ്ണം ഉണ്ടാവും. നമ്മൾ പല സ്ഥലത്തും ഇത് ധാരാളമായി കണ്ടുവരുന്നു. ഈ പോത്തൻ മുരിങ്ങ നമ്മൾ സാധാരണ രീതിയിൽ മുരിങ്ങ കവാത്ത് ചെയ്യുന്ന സമയം കുംഭമാസത്തിലാണ്. എന്താണ് ഈ കവാത്ത്? കവാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു പോയ ശിഖരങ്ങളെല്ലാം വെട്ടിയൊതുക്കി അത് നമുക്ക് ഇല പറിക്കാൻ പാകമാകുന്ന വളരെ ഹൈറ്റിൽ എത്തുന്ന ഒരു രൂപത്തിൽ ആക്കുന്ന ഒരു പ്രക്രിയയാണ് കവാത്ത് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ കവാത്ത് നമ്മുടെ കാപ്പിയിലാണ് കണ്ടുവരുന്നത്. ഇത് മുരിങ്ങയിൽ കവാത്ത് ചെയ്യുന്നത് കുംഭമാസത്തിലാണ്. കുംഭമാസത്തിൽ കവാത്ത് ചെയ്താൽ വളരെ തിങ്ങി നിറഞ്ഞുണ്ടാവും. അല്ലാത്ത മഴക്കാലത്ത് നമ്മൾ കവാത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. മഴക്കാലത്ത് കവാത്ത് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് അത്ര ഹൈറ്റിൽ കട്ട് ചെയ്യുക. അതിനുശേഷം കവറ് കൊണ്ട് കെട്ടണം, അല്ലെങ്കിൽ വെള്ളം ധാരാളമായി ആ കമ്പിലേക്ക് ഇറങ്ങി അത് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മഴക്കാലത്ത് കവാത്ത് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത കമ്പ്, ആ കമ്പുമ്മേലും ഇതേപോലെ കവറ് ഇടണം. കവറിട്ട് കഴിഞ്ഞാൽ കവറിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ശിശരത്തിലൂടെ വെള്ളം ഇറങ്ങി ഈ കൊമ്പ് ചീഞ്ഞു പോകും. അങ്ങനെ നമ്മൾ കവാത്ത് ചെയ്ത കൊമ്പ് ഒരു ഹൈറ്റ് വരെ പാടുള്ളൂ, അതിൽ കൂടുതൽ പാടില്ല. അതിനുശേഷം നമ്മൾ ഒരു മരച്ചുവട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സൈഡിലോ ഇതുപോലെ നല്ലവണ്ണം കളക്കുക. കളച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കൊമ്പ് ഇതേപോലെ ചെരിച്ച് കുത്തിച്ചാരിക്കുക. ഒരു മരത്തിന്മേലോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മളൊരു വടി കെട്ടിയിട്ട് വടിമേലോ ചാരി വെക്കുക. നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കീസ് കെട്ടണം. ഇത് മഴക്കാലത്തുള്ള കവാത്താണ്. വേനലിലുള്ള കവാത്ത് ഇതിൻ്റെ ആവശ്യമില്ല. കുംഭമാസത്തിൽ നിങ്ങൾക്ക് വെള്ളം ഉണ്ടാവുകയില്ല, വേനലാണ്. അപ്പോൾ ഈ കവർ കെട്ടേണ്ട ആവശ്യമില്ല. ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്ന സംഗതികൾ. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചെടിമുരിങ്ങ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആ തൈ കൊണ്ടുവന്ന് കുഴിച്ചിട്ടാൽ മതി. വളരെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഇല. കവാത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പറിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ഒടിക്കുമ്പോൾ ഈ ശിഖരം ഒടിയാതെ സൂക്ഷിക്കണം. ഇല വളരെ ശ്രദ്ധിച്ചു വേണം ഇത് പൊട്ടിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ഈ നാടൻ മുരിങ്ങ, എല്ലാത്തരം മുരിങ്ങയും നിങ്ങൾ വളരെയേറെ ഭക്ഷിക്കേണ്ടതാണ്. കാരണം കണ്ണിന് കൂടുതൽ കാഴ്ച ശക്തി കിട്ടുന്ന വിറ്റാമിൻ്റെ ഘടകം ഇതിലുണ്ട്. അമേരിക്കക്കാർ വളരെ കൂടുതലായി ഈ മുരിങ്ങ ഭക്ഷിക്കുന്നുണ്ട്. കാരണം അത്രക്കും വളരെ വിറ്റാമിൻസും വളരെ പ്രോട്ടീനുമുള്ള ഒരു ഘടകമാണ്. അവിടെ മുരിങ്ങ പൗഡറാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. 1 കിലോ പൗഡർ മുരിങ്ങയ്ക്ക് 50,000 രൂപ വരെയുണ്ട്. അത് നമ്മുടെ നാട്ടിലും ഇപ്പോൾ വ്യാപകമായി മുരിങ്ങ പൗഡർ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് 1 കിലോ മുരിങ്ങ നമ്മൾ കഴിച്ചാൽ 10 കിലോ ആട്ടിറച്ചി തിന്നതിന് സമമാണ് എന്നാണ് ചൊല്ല്. കാരണം ആട്ടിറച്ചിലേക്കാട്ട് കൂടുതൽ വിറ്റാമിനും മറ്റുള്ള ആവശ്യ മൂലകങ്ങളും ഈ മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ
കഴിവിൻ്റെ പരമാവധി നിങ്ങൾ മുരിങ്ങയും മുരിങ്ങക്കായും ഉപയോഗിച്ചുകൊണ്ട് ഇലവർഗ്ഗങ്ങൾ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കബാത്ത് ചെയ്യേണ്ടത് നമ്മുടെ മുരിങ്ങ കബാത്ത് ചെയ്യേണ്ടത് അഥവാ വെട്ടി ഒതുക്കേണ്ടത് കുംഭമാസത്തിലാണ്. കുംഭമാസത്തിൽ വെട്ടിയിട്ട് ആ കുംഭമാസത്തിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നുണ്ടാകും. അഥവാ ഇനി മഴക്കാലത്ത് കബാത്ത് ചെയ്യുമ്പോൾ ഇതുപോലെ വെട്ടിയതിന് ശേഷം കവറിട്ട് കെട്ടണം. അതുപോലെ തന്നെ ഈ കമ്പ് പോലും കവറിട്ട് കെട്ടണം. മാക്സിമം ഒരു 2 മീറ്റർ ഹൈറ്റ് ഈ കൊമ്പിന് പാടുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അടുത്തൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.